எப்படி
Super
അടുത്തത് മതി മതി. മതി മതി മതി. അടുത്തത് ഗ്രൂപ്പ് 1. പേടിയില്ലയോ നിനക്ക് പേടിയില്ലയോ ഗോലിയാത്തിനെ
മതിയോ? ഒരു മനുഷ്യൻ വിശുദ്ധ ജീവിതത്തിന്റെ പാതയിലൂടെ നടന്നു. ദൈവം കാണിച്ച ഉദാഹരണമായ ആ പാത എൻ്റെ ആത്മാവ് ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു. പിന്നെ ദൈവത്തിലേക്കായി ഞാൻ വിളിക്കുന്നു. എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് അറിയും. ദൈവം എന്തായിരിക്കുന്നു അത് ചെയ്യാൻ തയ്യാറാണ്. അവന്റെ ശുദ്ധമായ മനസ്സ്, ആത്മാർത്ഥതയും ശാസ്ത്ര പഠനത്തിലുള്ള കഴിവും തിരുമേനിയുടെ ജീവിതം എത്ര വിശുദ്ധമാണ്. എപ്പോഴും ഉപവാസവും പ്രാർത്ഥനയും. ഞാൻ കാണാറുണ്ട്. പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയ്ക്കായി തയ്യാറെടുക്കുന്നു. ആത്മശുദ്ധിയില്ലാതെ ഒരാളെയും ദൈവം സ്വീകരിക്കുകയില്ല. ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കുക. ഈ ലോകത്ത് വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? നാം നല്ലവണ്ണം വചനം പഠിച്ചു പ്രാർത്ഥനയെ കുറിച്ചുമാണ് ദൈവത്തെ 1902 തിരുമേനി നിത്യത്തിലേക്ക് പുറപ്പെട്ടു. പക്ഷേ ഇന്നും അവന്റെ ശുദ്ധ ജീവിതം നമ്മെ പ്രകാശിപ്പിക്കുന്നു. പരിമല തിരുമേനി എന്ന ധ്യാനിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ശുദ്ധിയിലാണ് ദൈവത്തെ കാണുന്നത്. നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കട്ടെ. നിർമ്മലനായി നടത്തി. താങ്ക് യു. യേശുവിനോട് ചോദിക്കുകയുണ്ടായി, ആരാണ് എന്റെ നല്ല കളിക്കാരൻ എന്ന്. ആ ചോദ്യത്തിന് മറുപടിയായി യേശു നൽകിയ ഉപമയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു ദിവസം ഒരാൾ ജെറുസലേമിൽ നിന്ന് ജെറിയോയിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴി
അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കി കടന്നു കളഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പുരോഹിതൻ ആ വഴി വന്നു. എന്നാൽ അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അത് കഴിഞ്ഞ് ഒരു ലേവ്യനും അതുവഴി വന്നു. അയാൾ അവനെ കണ്ടെങ്കിലും കാണാത്ത പോലെ കണ്ടു. എന്നാൽ ഒരു ശബരിക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവർ ശത്രുക്കളായിരുന്നുവെങ്കിലും അവനെ കണ്ട് മനസ്സെന്നെ അവന്റെ അടുത്ത് ചെന്നു എണ്ണയും വീഞ്ഞു പൊഴിച്ച് അവനെ മുഴുവൻ ഉച്ചയുത്തി. നടുക്ക് അയാൾ അവനെ ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. സദർ സൂക്ഷിക്കാരനോട് അയാളെ വേണ്ടവിധം പരിചരിക്കണമെന്നും അധികമായി എന്തെങ്കിലും ചിലവായാൽ താൻ തിരികെ വരുമ്പോൾ നൽകിക്കൊള്ളാമെന്ന് പറഞ്ഞ് തന്റെ യാത്ര തുടരുകയും ചെയ്തു. ഈ മൂന്ന് പേരിൽ ആരാണ് നല്ല അയൽക്കാരനെന്നാണ് കൂട്ടുകാർക്ക് തോന്നുന്നത്? വീട് കിടന്ന മനുഷ്യനോട് കരുണ കാണിച്ച ശബരിക്കാരനല്ലേ? അതുപോലെ നമുക്കും കരുണയുള്ള ദൈവമക്കളായിരിക്കാൻ പരിശ്രമിക്കാം. ദൈവമക്കളായി നന്മയുള്ളവരായി നിർമ്മല ഹൃദയം വളരാം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച മഹത്തായ ഒരു കഥ ആത്മാർത്ഥമായ കരുണയും വർഗീയതയ്ക്കും മതത്തിനും അതീതമായ മനുഷ്യ സ്നേഹം നിറഞ്ഞ ഒരു നല്ല ശമയക്കാരൻ്റെ നല്ല മനുഷ്യന്റെ കഥ. ഇന്നത്തെ ലോകത്തിന്റെ കൂടെ നേർചിത്രമാണ്. വഴിയിൽ വീണ് കിടക്കുന്നവരെ കണ്ടാലും കണ്ണടയ്ക്കുന്ന മനുഷ്യ സമൂഹത്തോട് യേശുക്രിസ്തു ചോദിക്കുന്നു, നീ ആരാണ്? നീ ആരാകണം? ഈ ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ വെച്ച് നമുക്ക് നമ്മുടെ കർത്താവ് പറഞ്ഞ കഥയുടെ ഒരു ദൃശ്യരൂപത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ദൃശ്യം 1. ഒരു ദിവസം ഒരു ന്യായശാസ്ത്രജ്ഞൻ യേശുവിനെ പരീക്ഷിക്കാൻ വന്നു. എന്ത് ചെയ്യണം? ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു? നീ എങ്ങനെ വായിക്കുന്നു? നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവിനോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. നീ പറഞ്ഞ ഉത്തരം ശരി. ഇങ്ങനെ ചെയ്താൽ നീ ജീവിക്കും. എങ്കിൽ എൻ്റെ കൂട്ടുകാരൻ ആരാണ്? അപ്പോൾ യേശു ഒരു കഥ പറഞ്ഞു. കള്ളന്മാർ ആക്രമിക്കുന്നു. ഒരു പുരുഷൻ യെരുശലേമിൽ നിന്നും യെരിഹോവിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കള്ളന്മാർ അദ്ദേഹത്തെ ആക്രമിച്ചു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് ആർദ്രപ്രാണനായി വിട്ടുപോയി. അയ്യോ അയ്യോ, ആരെങ്കിലും എന്നെ സഹായിക്കൂ, ദയവായി ആരെങ്കിലും എന്നെ സഹായിക്കൂ.
അയ്യോ, ഇയാൾക്ക് എന്ത് പറ്റി? ചിലപ്പോൾ കള്ളന്മാർ ഉപദ്രവിച്ചതായിരിക്കും. എന്തായാലും എനിക്ക് ഇതിന്റെ പുറകെ പോവാൻ സമയമില്ല. എനിക്ക് ദേവാലയത്തെ ശുശ്രൂഷ ചെയ്യാനുള്ളതാണ്. ദൃശ്യം 4. അടുത്തതായി ഒരു ലേഖ്യൻ വരുന്നു. അയ്യോ, ഇതാരാണ് കേൾക്കുന്നത്? എന്തായാലും മറക്കുമുണ്ട്. ഒന്നാമത്തെ എനിക്ക് നേരമില്ല. ഇനിയും വൈകിയാൽ എന്റെ കാര്യം കുഴപ്പത്തിലാകും. മറ്റാരെങ്കിലും ഇയാളെ വന്ന് രക്ഷിച്ചുകൊള്ളും. എന്തായാലും ഞാൻ പോവുകയാണ്. ദൃശ്യം 5. പിന്നീട് ഒരു ശമരിയാക്കാരൻ വന്നു. ആരെങ്കിലും ഇയാളെ ഉപദ്രവിച്ചതായിരിക്കും. എനിക്ക് ഇദ്ദേഹത്തെ ഇങ്ങനത്തെ അവസ്ഥയിൽ വിട്ടിട്ട് പോകുവാൻ കഴിയുകയില്ല. ശമരിയാക്കാരൻ മുറിവേറ്റയാളെ എണ്ണയും വീഞ്ഞും കൊണ്ട് ശുശ്രൂഷിച്ച് അവന്റെ പരുക്കുകൾ ശുചിയാക്കി. ശേഷം അവനെ വഴി അമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷിച്ചു. പിറ്റേനാൾ ശമരിയക്കാരൻ പുറപ്പെടുമ്പോൾ വഴിയമ്പലക്കാരന് 2 വെള്ളിക്കാശ് കൊടുത്തു. ഇവരെ രക്ഷ ചെയ്യണം. അധികം വല്ലതും ചിലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. ദൃശ്യം 6. യേശുവിനെയും ന്യായശാസ്ത്രജ്ഞനെയും കാണിക്കുന്നു. ഈ 3 പേരിൽ ആരാണ് കൂട്ടുകാരൻ? മുറിവേറ്റയാളോട് കരുണ കാണിച്ചത്. നീയും അതുപോലെ ചെയ്യുക. എല്ലാവരും സ്നേഹവും കൃപയും കാണിക്കുന്നവരാണ് സത്യത്തിൽ നല്ല ശക്തിക്കാരൻ. ജീവിതയാത്രയിൽ നിരവധി വഴികൾ നമുക്ക് മുന്നിൽ കണ്ടേക്കാം. എന്നാൽ സ്നേഹത്തിന്റെ ഒരു വഴി ക്രിസ്തു നമുക്ക് കാട്ടിത്തന്നിട്ട് നമ്മോട് പറയുന്നു, പോയി നീയും അങ്ങനെ തന്നെ ചെയ്യുക. മറ്റുള്ളവരോടുള്ള സ്നേഹം, കാരുണ്യം, കനിവ് ഇവയാണ് യേശുവിന്റെ വഴികൾ. ക്രിസ്തുവൻ തന്ന നല്ല ശമരിയക്കാരന്റെ ഈ സന്ദേശം നമ്മുടെ ഹൃദയങ്ങളിൽ പതിയട്ടെ. വിശുദ്ധി എന്നത് പുറമേയുള്ള ശുദ്ധിയല്ല, മനസ്സിന്റെ നിർമ്മലതയാണ്. നമ്മുടെ പ്രവൃത്തികളിലൂടെ ഈ സന്ദേശത്തിന് നമുക്ക് ജീവൻ നൽകാം. നടപ്പിൽ നിർമ്മലരായിരിക്കും. പിതാവാം ദൈവം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇയ്യോബ്. ഇയ്യോബിന്റെ പുസ്തകം പല കാര്യങ്ങൾ കൊണ്ടും ബൈബിളിൽ വളരെ ഗൗരവമായതും വിശിഷ്ടമായതും ആയ ഒരു പുസ്തകമാണ്. ഇതിൽ പ്രധാന കഥാപാത്രമായ ഇയ്യോബ് ഭൂദേശക്കാരനാണ്. അവൻ നിഷ്കളങ്കനും നീതിമാനും ദൈവത്തെ ആദരിക്കുന്നവരും ആണ്. ധനവാനും സുഖസമ്പന്നനും ധാരാളം ദുഃഖസമ്പത്തും
ഇതാ അവനുള്ളതൊക്കെ നിന്റെ കയ്യിലിരിക്കുന്നു. അവന്റെ മാത്രം കയ്യിൽ വെക്കരുത്. ഇഷ്ടപ്പെട്ടോ? തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശത്രു വന്ന് അവന്റെ മൃഗസമ്പത്തുകളെല്ലാം അവരിൽ നിന്നും കൊണ്ടുപോയി. പെട്ടെന്ന് വൈഭൂമിയിൽ നിന്ന് ഒരു പുള്ളിക്കാരൻ അവന്റെ വിക്രന്മാരും പുത്രിമാരും തീമേശയെ മരിച്ചു. അപ്പോൾ ഇയോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിച്ചു. ഇയോബ് പാപം ചെയ്യാതെ തന്റെ ഭക്തി മുഖേപ്പിച്ചു. അടുത്തതായി സാത്താൻ ഇയോബിനെ ഉള്ളിൽക്കാൽ മുതൽ തല വരെ കുഷ്ഠരോഗം ബാധിച്ചു. അവൻ ഓടി കഷ്ടത്താൽ ശരീരം ചുരുങ്ങി ചാരത്തിലിരുന്ന് ദൈവത്തെ നോക്കി. ആ സമയം ഭാര്യ വന്ന് അവനോട് പറഞ്ഞു, നീ ഇനിയും നിന്റെ ഭക്തി മുഖേപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തെ പിടിച്ചു പറഞ്ഞു മരിച്ചു കളയാം. ദൃശ്യം നമ്പർ 4. ഈ സമയം ഇയോബിന്റെ 4 സ്നേഹിതന്മാർ കടന്നു വന്നു ഇയോബിന്റെ കഷ്ടതയിൽ അവനെ ആശ്വസിപ്പിക്കുന്നു. നീ വളരെ വീഴുന്നവന് നീ നിന്റെ വാക്കുകൾ താങ്ങി കുഴിയുന്ന കാര്യങ്ങൾ നീ ഉറപ്പിച്ചിരിക്കുന്നു. അതെ, തടസ്സത്തിന്റെ ശിക്ഷ നീ നിരസിക്കേണ്ടത്. അവൻ നിന്നെ കൊടുക്കുകയും നിന്നെ മുറിവ് കിട്ടുകയും ചെയ്യും. അവൻ നിന്നെ കളിക്കുകയും അവൻ കൈകൊണ്ട് നിന്നെ പുറപ്പെടുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ യഹോവ ചുഴലിക്കാറ്റിൽ നിന്നും ഇയോബിനോട് സംസാരിച്ചു. ഇയോബ് ദൈവത്തോട് പറയുന്നു, എനിക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉപദേശം കൊണ്ടും അസാധ്യവും അല്ല എന്നും ഞാൻ അറിയുന്നു. അങ്ങനെ യഹോവ ഇയോബിന്റെ മുഖത്തെ ആരാധിച്ചു. തന്നെ എതിർപ്പിച്ച സ്നേഹിതന്മാർക്ക് വേണ്ടി ഇയോബ് പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ഇയോബിന് എല്ലാം ഇരട്ടിയായി കൊടുത്തു. യഹോവ ഇയോബിനെ പിൽക്കാലത്തേക്കാൾ മുൻകാലത്തെ അനുഗ്രഹിച്ചു. നടപ്പിൽ നിർമ്മലരായിരിക്കും.